ആത്മാവിൻ്റെ നങ്കൂരം, ദി ആങ്കർ ഓഫ് ഹോളി സ്പിരിറ്റ്. ആത്മാവിൻ്റെ നങ്കൂരം എന്ന് പറയുമ്പം നമ്മളൊരു ഷിപ്പ് കാറ്റത്തും കോളത്തും ഇങ്ങനെ ആടി ഉലഞ്ഞു പോവുകയാണ്. അപ്പം പൗലോസ് പറയുന്നുണ്ട് പല പ്രാവശ്യത്തിൽ, അപ്പം നങ്കൂരം ഇറക്കാൻ പറയും. അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട് നങ്കൂരം 4 നങ്കൂരം ഇറക്കിയെന്ന്. ഒരെണ്ണം ഇറക്കിയാൽ മതി, നിൽക്കും. പക്ഷെ കാറ്റും കോടും കൂടുതലാകുമ്പം നങ്കൂരം ഇറക്കി 4 എണ്ണം ഇറക്കിയെന്ന് പറയും. കാരണം ഇനി ഒട്ടും ഈ ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. പോയാൽ ഒന്നിൽ പാറയടിച്ച് ഇല്ലാതാകും, അല്ലെങ്കിൽ കരയ്ക്ക് ചെന്ന് അടിച്ചു കയറിയില്ല നശിച്ചു പോവും, അല്ലെ മറ്റു വേറെ വല്ലത്തിനും ഇടിച്ചിട്ടില്ലാതാകും, അല്ലെ കാറ്റത്ത് മറിഞ്ഞു പോകും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നങ്കൂരം ഇടുക എന്നൊരു പരിപാടിയുണ്ട്, ആങ്കറിങ്. അപ്പോൾ ആങ്കറിങ് എവിടെയായിരിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെക്കാട്ടി ബലഹീനനായ, നമ്മളെക്കാട്ടി കഴിവില്ലാത്തൊരു ആങ്കർ ചെയ്താൽ അല്ലെങ്കിൽ ആശ്രയിച്ച ഒരു ഗുണമില്ല. അതല്ല, നമുക്ക് ഓരോ ആവശ്യം ഒരു ചതിയൻ്റെ മുമ്പിൽ ചെന്നു. ഇപ്പോൾ നമ്മൾ ഈ കേട്ടിട്ടില്ല, ഈ അടുത്തിടെയല്ല നമ്മൾ കേൾക്കാറുണ്ടല്ലോ, എന്നാ ഈ പിന്നെ നമ്മുടെ ഇൻഷുറൻസ് ഇൻകം ടാക്സിൻ്റേത് അതുപോലെ സെയിൽ ടാക്സിൻ്റെയൊക്കെ കാശ് കൊടുത്തിട്ടില്ലെന്നും പറഞ്ഞ് കള്ളന്മാർ ഫോൺ ചെയ്തിട്ട് നമ്മളുടെ നമ്പറും കോഡും പിന്നെ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ അതിൻ്റെ എല്ലാം ഇവർ വിറപ്പിച്ചിട്ട് അങ്ങേ സൈഡിൽ പോലീസും പിന്നെ എന്നാ പോലീസിൻ്റെ സൈഡിൽ വേറൊരാളും ഇൻസ്പെക്ടറൊക്കെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം നിങ്ങളിൽ ഫ്രോഡ് കണ്ടുപിടിച്ചിരിക്കുന്നു, ഉടനടി നിങ്ങളുടെ പേരും നമ്പറും എൻ്റെ കോഡും തരണം എന്നൊക്കെ പറഞ്ഞ് പല സ്ത്രീകളും പേടിച്ച് ചെയ്യുന്നു. ആരാണ് അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അങ്ങനെ ദൂരത്തിരിക്കുന്ന ഒരാൾക്ക് ഒക്കത്തില്ല. ബിക്കോസ് അറിവില്ലെങ്കിൽ നമ്മൾ പേടിച്ചു. നീ ആരെ ഇങ്ങോട്ട്, ഞാനിവിടെ എനിക്ക് പോലീസിനെ അറിയാമെന്ന് തിരിച്ചു പറയാമെങ്കിൽ തീർന്നില്ലേ? പക്ഷെ അറിയാം, ഇത് തന്നെയാണ് ജീവിതത്തിൽ ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. എനിക്ക് വലിയവനായ ദൈവം ഉണ്ട്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും ഞാൻ എൻ്റെ ഭവനത്തിൽ സംഭവിക്കത്തില്ല, അവൻ ഏത് സ്ഥിതിയിലിരുന്നാലും എൻ്റെ യേശു അത് കണ്ടിരിക്കുന്നു, അവൻ്റെ സക്ക സമയത്ത് വെളിച്ചമയച്ച് ഇരുട്ടിലാണേലും പിശാചിൻ്റെ കയ്യിലാണേലും പിന്നെ സിംഹത്തിൻ്റെ വായ്ക്കാതിരിക്കുന്നതാണെങ്കിലും ആ സിംഹത്തിൻ്റെ വായ അങ്ങോട്ട് പൊളർന്നിട്ട് ആട്ടിൻകുട്ടി എടുത്തുകൊണ്ട് വരുന്ന ദൈവമാണ് എൻ്റെ മുമ്പിൽ. പറയണം നങ്കൂരം. ആശ്രയം യേശുവിലുള്ളതിനാൽ ആശ്രയം യേശുവിലായിരിക്കണം. അവനാണ് എൻ്റെ നങ്കൂരം. അത് മാറരുത്. എന്നൊക്കെ പ്രചോദനം മുമ്പിൽ ഞാൻ നിനക്ക് ഇത്ര ലക്ഷം കാശ് തരാം, നീ ഇത് പറ, മാറരുത്. അവിടെ തന്നെ നിൽക്കണം, യേശുവിൽ ഉറച്ചു നിൽക്കണം. ഇന്ന് കണ്ട ഈ ഗ്ലിറ്ററിങ്, അതായത് ചാബല്യമായിട്ടുള്ള ലോക സുഖങ്ങളുടെ പുറകെ മനുഷ്യൻ പോകുമ്പോൾ മനുഷ്യൻ തെറ്റിപ്പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ എത്ര പെൺകുട്ടികളാണ് നാശിച്ചു പോകുന്നത്. ഒരമ്മമാർ വിളിച്ചു വെച്ച് പറയും, കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു വെച്ച് പറഞ്ഞു, ആടെ ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ മോള് അവൾ നല്ല ജോലിയിലാണ്, അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലാണ് ജോലി, പോകുന്ന വഴി ശരിയല്ല. ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടിക്കഴിയുമ്പം സ്വന്തം അമ്മയെ മറന്ന്, കുടുംബം മറന്ന്, ദൈവത്തെ മറന്ന് ചില തീരുമാനം. നമ്മുടെ മക്കൾ പഠിപ്പിച്ച് പൊക്കിക്കൊണ്ട് വരുമ്പം, പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉന്നത പദവിയിലായി കഴിയുമ്പം എൻ്റെ മിടുക്ക് ഞാനാണ് ചെയ്തത്, അതൊന്നും ചേർന്നതല്ല. നാശത്തിനു മുമ്പേ നിഗളമെന്ന് പറയുന്നത് പോലെ അതൊക്കെ അഴിഞ്ഞു പോകട്ടെന്ന് നമുക്ക് ചേർന്നതല്ല. നങ്കൂരത്തെക്കുറിച്ച് പഠിപ്പിക്കാം. എബ്രായ ലേഖനം 6:13 വരെ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു. അതായത് ദൈവത്തെക്കാട്ടിൽ ഉപരിയായിട്ട് വേറൊരാളില്ല. നമ്മളെക്കാട്ടിലും ഉയർന്നവനെ പേര് പറഞ്ഞാണ് നമ്മളെ വാഗ്ദത്തത്തിന് നമ്മൾ വാക്ക് കൊടുത്തിട്ട് അബ്രഹാം വലിയ സത്യം ചെയ്യുന്നത്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുന്ന ജോലിക്കാർ പലപ്പോഴും ചുമട്ട് തൊഴിലേക്കാല് വിറക് വെട്ടുന്നവരെയൊക്കെ വന്ന് ചോദിക്കും, എന്താ രാജനെ നീ അത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന് ഒരുവന് എൻ്റെ അമ്മയാണ്, എൻ്റെ അപ്പനാണ്, എന്നാൽ അത് ഞാൻ ചെയ്തില്ലെന്ന് പറയും. ഇപ്പോൾ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവരവരെ തന്നെ സത്യം ചെയ്തു, എൻ്റെ അപ്പനാണ്. അതൊന്നും ചെയ്യരുത്, തെറ്റാണത്. അവരുടെ അറിവില്ലായ്മയിൽ നമ്മൾ പറയുന്നത്, ആരെ വെച്ചാണ് നീ സത്യം ചെയ്യുന്നത്? ദൈവം ഇവിടെ വളരെ സീരിയസ് ആയിട്ടാണ് ഓർത്തെടുക്കുന്നത്. അവൻ്റെ സത്യം അത് സത്യം തന്നെയാണ് താനും. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഒരാളില്ലാത്തതിനാൽ ദൈവത്തിൻ്റെ തന്നെ പേരെടുത്തിട്ട് അബ്രഹാമിന് ദൈവം വാഗ്ദത്വം കൊടുത്തത് സത്യം ചെയ്ത്. എന്ത് പറയുന്ന ഉൽപ്പത്തി 12 തുടങ്ങുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞാനാണ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്. അല്ല, അബ്രഹാം 75 വയസ്സിൽ ധനവാനായിരുന്നു, പക്ഷേ അബ്രഹാമിന് മക്കളില്ല, അവകാശമില്ലാത്ത ധനവാൻ.
അവകാശമില്ലാത്ത ധനവാനെന്ന് പറയുമ്പോൾ ദുഃഖമല്ലേ? എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ല അല്ലേ? നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ്. ദൈവവേലയ്ക്ക് ഇറങ്ങുന്നവരുടെ മക്കളെയാണ് പിശാച് നോട്ടം ഇടുന്നത്. ബില്ലി ഗ്രഹാമിൻ്റെ മകന് ഒരേ വഴി തെറ്റി നടന്നു. പിന്നെ ബെന്നി ഹിന്നിൻ്റെ മകന്, പിന്നെ പല പാസ്റ്റേഴ്സിൻ്റെ ഉണ്ട്, അവരുടെയൊക്കെ മക്കൾ വഴിതെറ്റി നടക്കും. പക്ഷെ അവർ ദൈവവേല ചെയ്തുകൊണ്ടങ്ങ് നടക്കും. ഒരു കാലമാകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടിരുന്ന ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ബില്ലി ഗ്രഹാമിൻ്റെ മകനാണിപ്പോൾ മിനിസ്ട്രി നടത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ബെന്നി ഹിന്നിൻ്റെ മകന്. അവരൊക്കെ പോയവർ തിരിച്ചു വന്നവരാണ്. അങ്ങനെ ഓരോ സുവിശേഷകന്മാരുടെ ജീവിതത്തിൽ നോക്കുമ്പോഴും ഒരു ഒരു അതായത് വിട്ടുപോകുന്ന ഒരു സ്വഭാവം, വഴിതെറ്റിപ്പോകും മക്കൾ, എന്നിട്ട് പിന്നെ അവർ തിരിച്ചു വരും. അതെന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. ഒരു പക്ഷേ ഈ ദുഷ്ടലോകത്തിൻ്റെ അവസ്ഥ അവരെ മനസ്സിലാക്കിയേച്ച് ദൈവം അവരെ വീണ്ടെടുത്ത് കൊണ്ടുവരുമ്പം അതിലായിരിക്കണം അവരുടെ മിനിസ്ട്രി കിടക്കുന്നത്. അപ്പോൾ അതിൽ അവർക്ക് പ്രാഗൽഭ്യമായിട്ട് പറയാൻ ഏത് ഏരിയയിൽ കൂടെ നീ പോയിട്ടുണ്ടോ അവിടെയാണ് നിൻ്റെ മിനിസ്ട്രി. ഇപ്പം ഡിവോഴ്സ് ചെയ്തിരിക്കുക, ഡിവോഴ്സ് ചെയ്തിട്ട് പ്രശ്നമായിട്ടിരിക്കുന്നവരെ ദൈവം പിന്നെ അവസാനം ഒന്നിച്ചാക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മിനിസ്ട്രി ആ ഏരിയയിലാണ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കുറച്ച് കഴിയുമ്പോൾ ഒരു മിനിസ്ട്രിയാണത്. മക്കളുണ്ടാകും. എനിക്ക് 17 വർഷമായിട്ടില്ലെങ്കിൽ നിനക്കും ഉണ്ടാകുമെന്ന് പറയാനുള്ള കൃപ വരണമെങ്കിൽ അതിൽ കൂടെ പോകണം. അപ്പോൾ ഇതൊക്കെ ദൈവം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. എന്തിനാണ് ഓത്തെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യൻ സത്യം ചെയ്യുന്നു. നമ്മളെക്കാട്ടി വലിയ ഒരാളുടെ പേര് പറഞ്ഞാണ് സത്യം ചെയ്യുന്നത്. ആണ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാവുന്നു. ആണയിടുന്നത് എന്തിനാ? അതൊരു ഉറപ്പാണ്, അത് തീർച്ച. പണ്ട് കാലങ്ങളിൽ എഴുതി സിഗ്നേച്ചർ ഇടുകയല്ല, വാ കൊണ്ട് പറഞ്ഞാൽ സത്യത്താൽ ദൈവത്താണ് ഞാനിത് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പം അത് ഉറപ്പിക്കുക. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അപ്പം ദൈവം കൊടുത്ത വാഗ്ദത്തം അവന് തന്നെയല്ല, അവൻ്റെ അവകാശികൾക്കും കൂടെ, അതായത് അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും. എന്നിട്ട് അത് ഈ മാറാത്ത വാഗ്ദത്തമാണ്. അതിനെ ഉറപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ആണയിടുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളെ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. അതാണ് നമുക്കൊരു ദൈവം ഈ ആണയിട്ട് തരുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യിക്കും, ഞാൻ ചെയ്തെടുക്കും. നീ അത് വിശ്വസിക്കുക. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം. ഈ ഒരു പ്രത്യാശയാണ് എൻ്റെ നങ്കൂരം. ആരുടെ നങ്കൂരം? ആത്മാവിൻ്റെ നങ്കൂരം. അപ്പോൾ എൻ്റെ ഷിപ്പ് അല്ലെ എൻ്റെ മക്കളുടെ ഷിപ്പ് ഓടിഞ്ഞിങ്ങനെ കാറ്റത്തെറിഞ്ഞിട്ട് ഇപ്പോൾ അതിനകത്ത് വെള്ളം കയറി വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന സ്റ്റേജാണ്. പക്ഷേ അടിയിലൊരു ശാശ്വത ഭുജം ഇങ്ങോട്ട് വന്നേച്ച്, ഞാൻ അന്ന് പറഞ്ഞില്ലേ നിന്നോട് ഞാൻ അവനെ പൊക്കിയെടുത്തെന്ന്. എല്ലാവരും ആശ്രസ് മരിച്ചുപോയി. എല്ലാവരും പറഞ്ഞു ഒന്നും നടക്കത്തില്ലെന്ന്. കർത്താവ് അറിഞ്ഞുകൊണ്ട് 4 ദിവസം വന്നില്ല. 3 ദിവസം വരെ അവരുടെ ജീവൻ അവിടെ ഉണ്ടെന്ന് അവർ വിചാരിച്ചിരുന്നു. ഒന്ന് ആ 3 ദിവസം കഴിയിട്ട് 4-ാം ദിവസമാണ് വന്ന് കർത്താവ് അവിടെ ലാസറസ് എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് വരും. ആരുടെ? പിതാവിൻ്റെ നാമത്തിൽ ചോദിച്ചു. പിതാവേ, ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുമല്ലോ. ആ ഉറപ്പ് നമുക്കുണ്ടോ? ഞാൻ പറയുന്ന ദൈവം കേൾക്കുമെന്ന് ഒരു നങ്കൂരം ഇടുകയാണ് ഞാൻ. കർത്താവിലൊരു ആത്മാവിൻ്റെ ഒരു നങ്കൂരിട്. അത് നിശ്ചയം സ്ഥിരവുമാണ്. ആത്മാവിൻ്റെ നങ്കൂരം അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശേലിക്കകത്തേക്ക് കടന്നതുമാണ്. അവിടേക്ക് യേശു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ആൾ അകത്ത് കയറിക്കഴിഞ്ഞു. നമ്മൾ ആണയിട്ടവൻ അകത്തിരിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പം ഗേഹസി ശൂനേംകാരത്തി സ്ത്രീയെക്കുറിച്ച് രാജാവിന് മുമ്പ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അകത്ത് രാജാവിൻ്റെ അടുത്ത് ഇവനെ ഇരിപ്പുണ്ട്. ഗേഹസി വൃദ്ധ്യനാണ്, പക്ഷേ നല്ല ദൈവത്തോട് അല്ല, രാജാവിനോട് വലിയ കണക്ഷനാണ്. രാജാവ് ചോദിക്കുന്നു, ഏലീശ പ്രവാചകൻ ചെയ്ത കാര്യമൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ശൂനേംകാരത്തി സ്ത്രീ, അവൾക്ക് മക്കളില്ലായിരുന്നു, മകനെ നമ്മൾ പ്രാർത്ഥിച്ച് കൊടുത്തതാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ചത്തുപോയി, പിന്നെ ദൈവം തിരിച്ചു കൊടുത്തു, പിന്നെ അവർ പോയി, അവരുടെ സ്ഥലം എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദാ കയറി വരുന്ന ഈ സ്ത്രീ. ഇവിടെ ആണയിടുന്നവൻ അകത്തിരിക്കുകയാണ് രാജാവിൻ്റെ കൂടെ. ഇവർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവം തമ്പുരാനെ, ആ രാജാവ് ഉടനെ തന്നെ പറഞ്ഞു, ഇവൾക്ക് ഇന്ന് വരെ ഉള്ളത് തന്നെയല്ല, അവളുടെ വസ്തുക്കൾ തിരിച്ചു കൊടുക്കുക, ഇതുവരെ ഉണ്ടാക്കി, അതായത് അവിടെ കൃഷി ചെയ്ത സമ്പത്ത് മുഴുവൻ അവൾക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു.
അതാണ് റിട്രോസ്പെക്റ്റീവായിട്ട് ദൈവം തരുന്ന ദൈവം തരുമ്പം കുറച്ചല്ല, അനുഗ്രഹം ഇരട്ടിയായിട്ട് തരും. പക്ഷേ ഈ നങ്കൂരം ആത്മാവിൻ്റെ നങ്കൂരമായിരിക്കണം. നമ്മൾ അന്ന് രഹസ്യം നമ്മൾ ഇവന് പ്രവാചനമൊക്കെ വെച്ചു. ഇന്ന് നമ്മൾ യേശുക്രിസ്തു ആകുന്ന മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ ഒരു യേശുക്രിസ്തു തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ഇരിക്കുന്നതായിട്ട് അവനവൻ്റെ നാമം വെച്ച് അവൻ്റെ പേരിൽ അവൻ്റെ തലയിൽ കൈവച്ച് നമുക്ക് വേണ്ടി ആണയിട്ടത്, ഞാൻ നിന്നെ ഒരു നാൾ വിട്ടുപോയില്ല, ഞാൻ നിന്നെയും നിൻ്റെ സന്തതിയെയും ഞാൻ വീണ്ടെടുക്കും, എൻ്റെ രക്തത്താൽ ഞാൻ എല്ലാവരെയും വീണ്ടെടുത്തിരിക്കുന്നു, ക്രൂശ് മരണത്താൽ ഞാൻ ജയമെടുത്തിരിക്കുന്നു, സകലതും പൂർത്തിയാക്കി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആണയിട്ട സത്യം വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഇതൊന്നും ഒരു ഗുണവുമില്ല. അപ്പോൾ ആദ്യ പ്രാർത്ഥന എന്തുവാന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നങ്കൂരം അകത്ത് വരണം. കർത്താവേ ഈ നങ്കൂരിട്ട് കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പോഴാണ് ദൈവം പറയുന്നത് പിന്നെയും ഭയപ്പെടാൻ. നീ എന്തിനാ ഭയപ്പെടുന്നതെന്ന്? ഭീരുത്വത്തിൻ്റെ ആത്മാവല്ലല്ലോ നിന്നെ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്. എൻ്റെ മകനാണെങ്കിൽ എനിക്കറിയാം എന്താണ് ഏറ്റവും ചെയ്യുന്നത്. നമ്മൾ അപ്പനെ അമ്മമാർ എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളക്കാർ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീനിനകത്തുണ്ട്. പുറത്തുള്ള രാജ്യങ്ങളിൽ വേറൊരു ലൈഫ്, അവർ ഇൻഡിപെൻഡൻ്റ് ആക്കി വിടും. എന്നാലും പുറകിൽ ആവശ്യമുള്ളപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ഫാമിലിയൊക്കെ ഞാൻ കാണാറുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് വേണ്ടി ആണയിട്ട് തന്നിരിക്കുന്നു. അവൻ്റെ വാഗ്ദത്വം നമുക്ക് അനുകൂലമായിരിക്കുന്നു. നമുക്ക് പ്രാപിച്ചെടുക്കാൻ ശക്തമായ വിശ്വാസത്തോടെ മുൻപോട്ട് കടന്നു നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എന്ന് പറയുന്നത് അപ്പച്ചൻ്റെ വാഗ്ദത്വങ്ങളെ അപ്പച്ചൻ്റെ പേര് പറഞ്ഞ് ഉറപ്പിച്ച് തന്നിരിക്കുക. ആ ഉറപ്പിച്ച് തന്ന വാഗ്ദത്വത്തിന് മുമ്പിൽ ഏത് പിശാചിനാണ് നിൽക്കാനത്? ദുഷ്ടൻ, നുണയൻ. കർത്താവ് അവൻ നുണയൻ്റെ അപ്പനാണ്. യോഹന്നാൻ്റെ 8:40 നുണയൻ്റെ പിതാവ്. അവൻ നുണയല്ലേ പറയത്തുള്ളൂ. ലോകം മുഴുവനും നുണയ്ക്കടിയിലാണ്. മക്കൾ പോലും നുണയ്ക്കടിയിലാണ്. സത്യം പറയുന്നതിന് വിലയില്ല. സത്യം ജയിക്കും എന്ന് പറഞ്ഞാലും സത്യത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി വരുന്നില്ലെങ്കിൽ അത് പുറത്തോട്ട് വരാൻ വയ്യാത്തവണ്ണം ആവരണം ജയിക്കുന്ന ദുരാത്മാവിൻ്റെ സകല ചങ്ങലകളും വെട്ടിവെച്ചിരിക്കുന്നതെല്ലാം വെട്ടിമാറ്റി വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മുൻപോട്ട് കയറിപ്പോട്ടെ. വഴി തുറന്നു കൊടുക്കണം. വഴി തുറക്കുന്നിപ്പോൾ. വഴി തുറന്നവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കും. ആത്മാവിൻ്റെ ചൈതന്യം മുൻപേ പോവുകയാണ്. ശത്രുഗണത്തിനെ വെട്ടിമാറ്റി ദൂതഗണങ്ങൾ തോളോട് തോളി നിന്ന് ദൈവത്തിൻ്റെ മക്കൾക്കുള്ള അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുത്ത് കൊടുക്കും. ആരോഗ്യം, പണസംബന്ധമായ വിടുതൽ, മക്കൾക്ക് മുൻപോട്ടുള്ള യാത്ര, കുടുംബജീവിതം, വിവാഹ ജീവിതം, അതുപോലെ ബിസിനസ്, ഓരോ ആവശ്യം, പ്രായമുള്ളവരുടെ അവരുടെ അൽസൈമേഴ്സ് പറഞ്ഞ ഡിസീസൊക്കെ ഇല്ലാതാക്കി വെച്ച് സുബോധത്തിൻ്റെ ആത്മാവ്, കൊച്ചു പിള്ളേർക്ക് പഠിക്കാനുള്ള കഴിവ്, ജ്ഞാനം, പരിജ്ഞാനം, അതുപോലെ യങ്സ്റ്റേഴ്സ് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ബിസിനസ് ചെയ്യാനുള്ള ദൈവിക ജ്ഞാനം, ഇതൊക്കെ നീ കൊടുക്കുന്നതാണ്. അതൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ തോട്ടത്തിനകത്ത്, കർത്താവിൻ്റെ വേലിക്കകത്ത് സന്തോഷമായിട്ട്, സമൃദ്ധമായിട്ട്, സ്നേഹത്തോടെ ദൈവത്തിൻ്റെ തണലിൽ ജീവിപ്പാൻ പഠിപ്പിച്ചാട്ട്. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് നിൻ്റെ രാജദണ്ണ് ഞങ്ങൾക്ക് അനുകൂലമാക്കി നീട്ടിത്തന്നതിന് സ്തോത്രം. വാങ്ങിച്ചെടുക്കുന്ന അപ്പച്ച വാങ്ങിച്ചെടുക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.